മൈ ബ്യൂട്ടിഫുൾ വെൽക്കം ബാക്ക് ടു മൈ പബ്സ് ചാനൽ. എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ള ആളുകൾ ഈ സമയം കാണുന്നത്? സ്പെഷ്യലി നിങ്ങളുടെ മനസ്സിൽ ആരാണ് ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് ആരാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? സോ മേ ബി ആ ഒരു സ്പെസിഫിക് പേഴ്സൺ നിങ്ങളെ കാണുന്ന രീതി അങ്ങനെയായിരിക്കാം, ഓർ ജനറലി മറ്റുള്ള ആളുകൾ നിങ്ങളെങ്ങനെയാണ് കാണുന്നത്. So let's see how do they see you is hidden. Okay, so probably അത് നിങ്ങൾ അറിയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് എന്നുള്ളത് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് വലിയൊരു യാത്ര നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ഈ വ്യക്തി നിങ്ങളെ ഇന്റൻഷനലി നിങ്ങളുടെ പിറകെ നടന്ന് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതല്ല, നിങ്ങളെന്ന വ്യക്തിയെ പറ്റി വളരെയധികം ദൂരെ ചെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളേജ്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഈ സമയം മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺസ്, നിങ്ങളുടെ ഗുഡ് ആൻഡ് ബാഡ് ക്വാളിറ്റീസ്, എവറിതിങ്. ഓക്കെ, സോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടുതൽ ഈ ഒരു വ്യക്തി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം പോവാ എന്ന് പറയല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ഏതറ്റം വരെ പോവാനും ഈ വ്യക്തി ഈ ഒരു സമയം ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണി, അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ വ്യക്തിക്ക് നിങ്ങളെ പറ്റിയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ടുള്ള തോട്ട്സ്, മെമ്മറീസ്, ഓക്കെ, ആൻഡ് അഗെയിൻ ഹിഡൻ ആണ്. ഓക്കെ, സോ നിങ്ങളെ പറ്റിയിട്ട് എന്താണോ ആ വ്യക്തി ചിന്തിക്കുന്നത്, അത് പ്രോബബ്ലി ആ വ്യക്തി ഒരു രീതിയിലും ഇന്റൻഷനലി, അതായത് നിങ്ങളെന്ന വ്യക്തി അറിയാൻ വേണ്ടി, ഇപ്പൊ നമ്മൾ ഓരോ ആളുകളും ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങളുടെ ഒരു അറ്റൻഷൻ കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും മനഃപൂർവ്വം എത്തിക്കാനോ അല്ല ഈ വ്യക്തി ചില കാര്യങ്ങൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത്. ഈവൻ ആ വ്യക്തി പോലും അറിയാതെയായിരിക്കാം നിങ്ങളെ പറ്റിയിട്ട് ഡീപ്പായിട്ട് ഈ വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് പ്രോബബ്ലി ലൈക്ക് ഇപ്പം ഞാൻ ഈ ഒരു മെസ്സേജ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പേഴ്സണെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിൽ കണക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെ? സോ നിങ്ങളുടെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഓർ ഈവൻ നിങ്ങൾ ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് നിങ്ങളെ വളരെ ഡീപ്പായിട്ട് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇമോഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനുള്ള എന്തൊക്കെയോ ഒരു അവസരം ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, സോ മനസ്സിലാക്കാൻ ഉള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം ആളുകൾക്ക്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ടുള്ള ഈ ഒരു അന്വേഷണത്തില് ഇപ്പൊ നമ്മൾ ചില ആളുകളെ വളരെ ഇന്റൻഷനലി അല്ല ചിന്തിക്കുക, അല്ലെ? സോ നമുക്ക് ചില ആളുകളെ പറ്റിയിട്ടുള്ള വലിയൊരു തോട്ട്സ് ഉണ്ടാവും, നമ്മൾ പോലും ചിന്തിക്കാതെ വളരെ ദൂരത്തിൽ നമ്മൾ ആ വ്യക്തിയെ പോയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് എടുക്കും. അറിഞ്ഞുകൊണ്ടല്ല, ഡെഫിനറ്റ്ലി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, പക്ഷെ എന്താണോ കളക്ട് ചെയ്യുന്നത് അവർ വളരെ എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യത്തിൽ അവർക്ക് ഉണ്ടാവുന്ന വിഷമായിരിക്കാം, നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുന്ന സമയത്ത് അവരെ അനുഭവിക്കുന്ന ഒരു പ്രയാസമായിരിക്കാം, ഓർ നിങ്ങളുടെ ആ ഒരു തോട്ട്സിൽ, നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എസ്പെഷ്യലി അത് അറിയാണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ആ വ്യക്തി ഒരുപാട് എക്സോസ്റ്റഡ് ആക്കുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇത് അവർ കോൺഷ്യസ്ലി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, എന്തെങ്കിലും മനഃപൂർവ്വം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല, ഇത് അവരുടെ തോട്ട്സിൽ നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ടെലിപ്പത്തിക്കലി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എനർജറ്റിക്കലി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളും ലൈക്ക് മ്യൂച്വലി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം ചില പ്ലേസിലേക്ക്, ചില ആളുകളിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ കുറെ കാലമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഈ സമയം നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ അറിയും തോറും ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്തു വരുന്നുണ്ട്. നിങ്ങൾ എന്ന വ്യക്തി, റിലേഷൻഷിപ്പ്, ഈ ഒരു കണക്ഷൻ മനസ്സിലാക്കലും, അതായത് ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാവുന്നുണ്ട്, വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ട് ആ വ്യക്തിക്ക്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ന വ്യക്തിയെ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഈവൻ നിങ്ങൾ ജനറലി നോക്കുന്ന സമയത്തും ആളുകൾ നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട്, വെൽക്കം ചെയ്യുന്നുണ്ട്.
ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാരണമായിരിക്കാം. ചില ആളുകൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മെന്റൽ സപ്പോർട്ട് വേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എത്രമാത്രം എക്സോസ്റ്റഡ് ആണ്, നിങ്ങൾ എത്രമാത്രം ഈ ഒരു സമയത്ത് വീക്ക് ആണ്, ടയേർഡ് ആണ്, എത്രമാത്രം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെന്റൽ ഇമോഷണൽ അല്ലെങ്കിൽ ഫിസിക്കൽ സപ്പോർട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കി വരുന്ന ആളുകളുണ്ട്. അവർ ജെന്യൂൻലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആളുകളുണ്ട് നിങ്ങൾ ജനറലി കണക്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതുപോലെ ചില സ്പെസിഫിക് പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ഇതുപോലെ അറിയാണ്ട് തന്നെ വളരെ ഈവൻ നിങ്ങൾ പറയാണ്ട് തന്നെ അവർ മനസ്സിലാക്കാൻ ഉള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു സങ്കടത്തില് നമ്മൾ പോലും അറിയാതെ അവർ വരിക, ഭാഗമാവുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ചില മൊമെന്റ്സ് കൂടെ നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് അവർക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവരുടെ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക്. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ല, ആ വ്യക്തി എവിടെയാ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ ഇമോഷൻസ്, ഈവൻ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിലോ അവർക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ചില ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു സ്പെസിഫിക് പേഴ്സണെയാണ് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം വളരെ ഡീപ്പായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചില ക്വാളിറ്റീസ്, സ്പെഷ്യൽ ക്വാളിറ്റീസ് കാണിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അതൊരു റീസൺ ആണ്. ഒരാള് അറിയാണ്ട് തന്നെ വേറൊരാളെ പറ്റിയിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അറിയാണ്ട് തന്നെ അവിടെ എത്താൻ സാധിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ആളുകളുമായിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ ഇപ്പൊ നിങ്ങൾക്ക് പൊതുവെ ആളുകളെ കൊണ്ട് എന്തെങ്കിലും നല്ല അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സമയത്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ചില സിറ്റുവേഷൻസ്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നത്, ചില കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫിനിഷ് ചെയ്യാൻ, അതായത് ഇങ്ങനെ വളരെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഫിനിഷ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കുന്നത്. എസ്പെഷ്യലി ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈവൻ ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് തന്നെ ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾ ഈ ഒരു സമയത്ത് ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടോ ചില വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാനും റീകണക്ട് ചെയ്യാനും മെയിൻലി ഹീൽ ചെയ്യാനും കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ചില ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, റൈറ്റ്? പക്ഷേ എന്താണോ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്താണോ അത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അത് ഡീൽ ചെയ്യാൻ കൂടെ നിങ്ങൾ കേപ്പബിൾ ആവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ചില വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുള്ളി റീകണക്ട് ചെയ്യാനും ഹീൽ ചെയ്യാനും കൂടെ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക്, എസ്പെഷ്യലി നിങ്ങളുടെ അടുത്ത് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ, പറയാണ്ട് തന്നെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും അവർ വരും, നിങ്ങളുടെ ലൈഫിൽ വന്ന് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ ഒരു സിറ്റുവേഷനിൽ. ഓൾറൈറ്റ്, അതുപോലെ നിങ്ങൾ പോലും പറയാണ്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ആളുകളും ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങളെ വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട് ആളുകൾ ഈ ഒരു സമയം, വിലയിരുത്തുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് സങ്കടപ്പെടുന്നുണ്ട് ചില ആളുകള്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൈമിൽ കണക്ട് ചെയ്തിട്ടുള്ള കാര്യത്തെ പറ്റി ആലോചിച്ചിട്ട് ഈവൻ അവർ ഇന്റൻഷനലി അല്ലാന്നുണ്ടെങ്കിൽ പോലും അത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ചില കർമ്മ തിരിച്ചടിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് ആരെങ്കിലും നിങ്ങളെ ജെന്യൂൻലി ഹേർട്ട് ചെയ്തു, വളരെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും അതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് അവർ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നമ്മൾ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്തായിരിക്കാം മേ ബി ലൈക്ക് നമ്മൾ റിയലൈസ് ചെയ്യുക എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് എന്നുള്ളത്, അല്ലെ? ചിലപ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ ചില ആളുകളുടെ അടുത്ത്
അവർ കാരണം നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല അല്ലെ. അവർ അതുപോലത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്തായിരിക്കാം അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുക. സോ ഇതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നിങ്ങളെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും, അതായത് നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ അവരും പോകേണ്ടി വരുന്ന സമയത്ത്, അത് എല്ലാവരുടെ സിറ്റുവേഷൻ അല്ല, ചില ആളുകൾ അഗെയിൻ അത് നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകൾ. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ അവർ പോകുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നതുമായിരിക്കും. അവർ ഡീപ്പായിട്ട് നിങ്ങളെ അനലൈസ് ചെയ്യുന്നതും ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ അറിയാണ്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. സോ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആളുകളുമായിട്ട് ഈ ഒരു ടൈമിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ റിയലൈസ് ചെയ്യും ഈ ഒരു ടൈമിൽ ആരാണ് നിങ്ങളുടെ അടുത്ത് അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ സോളിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ ആരാണെന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിംഗ്. സോ ഇത് എത്രമാത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.